നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ നിഷ്ക്രിയരായിരുന്നുവെന്ന ആരോപണത്തിനെതിരെ DCC. മുഴുവൻ നേതാക്കളും സജീവമായിരുന്നുവെന്നും DCC. ടി സിദ്ദിഖ് 10,000-ൽ പരം വോട്ടിന് ജയിക്കുമെന്നും വിലയിരുത്തൽ. ക്ഷേമ ബോർഡുകളെ തകർക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ഭാരതീയ ടൈലേഴ്സ് സംഘ് ജില്ലാ സമ്മേളനം. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം. ഭവന നിർമ്മാണത്തിന് അനുവദിച്ച തുകയിൽ നിന്ന് വാർഡ് മെമ്പർ കൈക്കൂലി വാങ്ങിയതായി ആരോപണം. വർക്കടിയിൽ വിവാദം കൊഴുക്കുന്നു. പ്രായത്തെ തോൽപ്പിച്ച് അപ്പാട്ടി കണ്ണൻ മേസ്ത്രിയും കൃഷ്ണൻ നായരും. ക്ഷേത്ര നിർമ്മിതിയിൽ വർഷങ്ങളുടെ തിളക്കം. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് നേതാക്കൾ നിഷ്ക്രിയമായിരുന്നുവെന്ന വാർത്തയ്ക്കെതിരെ DCC രംഗത്ത്. മുഴുവൻ നേതാക്കളും സജീവമായിരുന്നുവെന്നും കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉജ്ജ്വല വിജയം നേടുമെന്നും DCC നേതൃയോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ നിഷ്ക്രിയരായിരുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. പാർട്ടിക്കെതിരെ ചിലർ അടിസ്ഥാനരഹിതമായാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ നിയോജക മണ്ഡലങ്ങളിലുള്ള നേതാക്കളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് 10,000-ൽ പരം വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് യോഗം വിലയിരുത്തി. KPCC ജനറൽ സെക്രട്ടറി P രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. K നീലകണ്ഠൻ, K വെളുത്തമ്പു, P ഗംഗാധരൻ നായർ, അഡ്വക്കേറ്റ് MC ജോസ്, PA അഷ്റഫ് അലി, ശാന്തമ്മ ഫിലിപ്പ്, PC രാമൻ, ബാലകൃഷ്ണ വർക്കുടരു, തച്ചങ്ങാട് ബാലകൃഷ്ണൻ, KB ഗംഗാധരൻ, PK ഫൈസൽ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, A കയ്യംകുടൽ, A ഗോവിന്ദൻ നായർ, S സോമൻ, സൈമൻ പള്ളത്തുകുഴി, അഡ്വക്കേറ്റ് KK നാരായണൻ, CP കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ഷേമ ബോർഡുകളെ തകർക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് ഭാരതീയ ടൈലേഴ്സ് സംഘ് BMS ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ടൗൺ ബാങ്ക് ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. കേരള തയ്യൽ മസ്ദൂർ ഫെഡറേഷൻ BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി VV ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ ബോർഡുകളെ തകർക്കുവാൻ ഭരണവർഗം നടത്തുന്ന നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് VV ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ എല്ലാ കൈത്തൊഴിൽ മേഖലയിലും തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസങ്ങൾ അതാത് മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്നു. ഏത് മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും പ്രത്യേക നയങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ പരമ്പരാഗത മേഖലകളിൽ അടക്കം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജോലിയില്ലാത്തൊരു സാഹചര്യം. കാർഷിക തൊഴിലാളി സംഘം BMS ജില്ലാ ജനറൽ സെക്രട്ടറി P ഗോപാലൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. P അച്യുത റിപ്പോർട്ടും ട്രഷറർ K അച്യുതൻ വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഭാരതീയ ടൈലേഴ്സ് സംഘ് BMSന്റെ പുതിയ ജില്ലാ ഭാരവാഹികളെയും സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുത്തു. CV തമ്പാനെ പുതിയ പ്രസിഡന്റായും അച്യുതയെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. പ്രവീൺ കുമാർ, ശാന്തലക്ഷ്മി, ശാന്തകുമാരി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. സരിത B റൈ, സുജാത കാസർഗോഡ്, ശകുന്തള പരവനൊടുക്കം എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. അച്യുത V പരവനൊടുക്കമാണ് പുതിയ ട്രഷറർ. 11-അംഗ കമ്മിറ്റിയെയും പുതുതായി തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭവന നിർമ്മാണത്തിനായി അനുവദിച്ച തുകയിൽ നിന്നും പഞ്ചായത്ത് മെമ്പർ കൈക്കൂലി വാങ്ങിയതായി ആരോപണം. വർക്കടി പഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പർക്കെതിരെയാണ് കൈക്കൂലി ആരോപണവുമായി വീട്ടമ്മയായ ഐഷ രംഗത്തെത്തിയിട്ടുള്ളത്. വർക്കാടി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ മച്ചമ്പാടി കോടിയിലെ ഐഷമ്മയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഭവന നിർമ്മാണത്തിനായി പഞ്ചായത്ത് ധനസഹായം അനുവദിച്ചത്. വിധവയും ദുരിതജീവിതം നയിക്കുകയും ചെയ്യുന്ന ഐഷമ്മയെ നാട്ടുകാർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ധനസഹായം നൽകുവാൻ പഞ്ചായത്ത് തിരഞ്ഞെടുത്തത്. 2 ലക്ഷം രൂപയായിരുന്നു വീടിനായി അനുവദിച്ചത്. വീടിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ആദ്യ ഗഡുവായ 70,000 രൂപ വാങ്ങുവാനെത്തിയപ്പോൾ വാർഡ് മെമ്പർ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങുകയായിരുന്നുവെന്ന് ഐഷമ്മ പറയുന്നു. 10,000 രൂപ കൈക്കൂലി വാങ്ങിയെന്നും ഇനി ലഭിക്കുവാനുള്ള 1,30,000 രൂപ വാങ്ങുമ്പോൾ 15,000 രൂപ വീണ്ടും തരണമെന്ന് പറഞ്ഞ് മെമ്പർ ഭീഷണിപ്പെടുത്തിയെന്നും നിറകണ്ണുകളോടെ ഈ വീട്ടമ്മ പറയുന്നു. മെമ്പർ 25,000 തരണാക്കും ചെല്ലു. ഇനിയിപ്പോ 10 തന്നെങ്കിൽ പതിക്ക് 15 തരണം ചെല്ലു കിട്ടുമ്പോ
ഫസ്റ്റ് 20,000 കിട്ടി. ഇവരൊക്കെ മുന്നാണ് 50,000 കിട്ടി. 50,000 10,000 വാങ്ങി. ഇനി കിട്ടുമ്പോക്ക് 15,000 തരണം ചെല്ലു. 2 വർഷം മുമ്പ് അർബുദം ബാധിച്ചാണ് ഐഷുമ്മയുടെ ഭർത്താവ് മൊയ്തീൻ കുഞ്ഞി മരിച്ചത്. സ്വന്തം കിടപ്പാടം പോലും വിറ്റായിരുന്നു ഐഷമ്മ ഭർത്താവിനെ ചികിത്സിച്ചത്. എല്ലാം നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ കഴിയുന്ന ഐഷുമ്മയും മക്കളും അന്നന്നത്തെ അന്നത്തിന് പോലും വകയില്ലാതെ ദുരിത ജീവിതമാണ് നയിക്കുന്നത്. മാനസിക വൈകല്യമുള്ള 25-കാരനായ മകൻ റഫീഖും വിവാഹപ്രായമെത്തി നിൽക്കുന്ന മകൾ ഖദീജയുമാണ് ഈ ഉമ്മയുടെ സമ്പാദ്യങ്ങൾ. ബീഡി തെറുത്തു കിട്ടുന്ന തുച്ഛമായ തുകയാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോലും പ്രയാസപ്പെടുന്ന ഈ കുടുംബത്തോട് ദയയ്ക്ക് പകരം വാർഡ് മെമ്പർ നെറികേടാണ് കാണിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KCN ന്യൂസിന്റെ മഞ്ചേശ്വരത്തുള്ള ഞങ്ങളുടെ പ്രതിനിധി വാർഡ് മെമ്പറെ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടെങ്കിലും ഐഷമ്മയിൽ നിന്നും താൻ 10,000 രൂപ കടം വാങ്ങുകയായിരുന്നുവെന്ന തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചത്. ഇക്കാര്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന മെമ്പർ ദാരിദ്ര്യം കൊണ്ട് പിടയുന്ന ഒരു വീട്ടമ്മയിൽ നിന്നും എന്തിനാണ് പണം കടം വാങ്ങേണ്ടതെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. നേരത്തെ പഞ്ചായത്ത് പദ്ധതി പ്രകാരം പൊതുസ്ഥലത്ത് സ്ഥാപിക്കേണ്ട കുഴൽക്കിണർ മെമ്പർ സ്വന്തം ബന്ധുവിന്റെ വീട്ടിനു മുമ്പിൽ സ്ഥാപിച്ചതായും ആരോപണമുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും ഐഷമ്മയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ക്ഷേത്രങ്ങളും പഴയ തറവാടുകളും നിർമ്മിക്കുന്നതിൽ നെല്ലിക്കാട്ടിലെ അപ്പാട്ടി കണ്ണൻ മേസ്ത്രിയെയും കൃഷ്ണൻ നായരെയും വെല്ലാൻ മറ്റാരുമില്ല. പ്രായത്തെ തോൽപ്പിച്ച് അവർ നിർമ്മാണ മേഖലയിൽ മുന്നേറ്റം തുടരുകയാണ്. ദൈവിക സാന്നിധ്യം ഉറപ്പിക്കുന്ന ദേവസ്ഥാനങ്ങളും തറവാടുകളും നിർമ്മിക്കാൻ 76 പിന്നിടുമ്പോഴും കല്ലുകെട്ട് ജോലിയിൽ സജീവമായ നെല്ലിക്കാട്ടെ അപ്പാട്ടി കണ്ണൻ മേസ്ത്രിയും സഹായിയായ വിഷ്ണുമംഗലം കൃഷ്ണൻ നായരും സമർപ്പണ ജീവിതം കൊണ്ട് ശ്രദ്ധേയരാവുന്നു. ഏർപ്പെടുന്ന തൊഴിലിനായി ജീവിതം സമർപ്പിച്ച രണ്ടുപേരും 76ന്റെ നിറവിലും പ്രവൃത്തിയിലെ പൂർണ്ണത കൊണ്ട് മാതൃക തീർക്കുകയാണ്. നെല്ലിക്കാട്ടെ അപ്പാട്ടി കണ്ണൻ മേസ്ത്രി 14 വയസ്സിലാണ് കല്ലുകെട്ട് ജോലിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 3.5 ദശകക്കാലമായി അദ്ദേഹം ദേവസ്ഥാനങ്ങളുടെയും തറവാടുകളുടെയും നിർമ്മാണത്തിൽ സജീവ സാന്നിധ്യമാണ്. മേലാങ്കോട്ടെയും പരിസരങ്ങളിലെയും വീട്ടുമുറ്റങ്ങളിലെ തുളസിത്തറകളുടെ നിർമ്മാണവും കണ്ണൻ മേസ്ത്രിയുടെ കരങ്ങളാൽ നിർമ്മിച്ചവയാണ്. മികച്ച പാറക്കല്ലുകളിൽ കൊത്തിയെടുക്കുന്ന കല്ലുകളാണ് ദേവസ്ഥാനങ്ങളുടെയും തറവാടുകളുടെയും നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. 8 മൂലയോടുകൂടിയ ലക്ഷണമൊത്ത തുളസിത്തറകൾ നിർമ്മിക്കാൻ കണ്ണൻ മേസ്ത്രിയുടെ വൈദഗ്ധ്യം ഒന്ന് വേറെ തന്നെയാണ്. ഇതിനകം പൂർത്തിയാക്കിയ ദേവസ്ഥാനങ്ങളുടെ പട്ടികയിൽ കൊന്നക്കാട് പറമ്പയിലെ മുത്തപ്പൻ മടപ്പുര, കിഴക്കങ്കര ചെരിച്ചൽ മുത്തപ്പൻ മടപ്പുര, കൊളവയൽ മുത്തപ്പൻ മടപ്പുര, കിഴക്കുങ്കര വയനാട്ടുകുലവൻ ദേവസ്ഥാനം, അത്തിക്കോത്ത് മരുതോടൻ തറവാട്, അടിയാർക്കാവ് തുടങ്ങിയ ദേവസ്ഥാനങ്ങളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പിന്നെ 14 വയസ്സിൽ ഞാൻ പണി തുടങ്ങി. കൽപ്പണി പഠിച്ചു. ആയക്കോടും കോരം വെച്ചിട്ട് വെച്ചാൽ പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ കുങ്ങനന്മാർ അമ്പലത്തിൻ്റെ പണിയാണ് ഫസ്റ്റ് ചെത്താൻ തുടങ്ങുന്നത്. അതിന് ശേഷം ഞാൻ പണിക്ക് സ്വന്തമായതിന് ശേഷം ഒന്ന് കുശാൽ നഗരം ചാമുണ്ടീശ്വരി അമ്പലമെല്ലാം ഞാൻ എടുത്തു. അതിന് ശേഷം പിന്നെ നെല്ലിക്കാട്ട് എടുത്തു. നെല്ലിക്കാട്ട് തൊണ്ടച്ചൻ്റെ ദാനം, പിന്നെ പറമ്പിൽ മുത്തപ്പൻ തറ, ആവിക്കര മുത്തപ്പൻ തറ. ചെരിച്ചൽ മുത്തപ്പൻ മടപ്പുര കമ്മിറ്റി അപ്പാട്ടി കണ്ണൻ മേസ്ത്രിയെ ആദരിച്ചിരുന്നു. പണിസ്ഥലങ്ങളിൽ അപ്പാട്ടി കണ്ണൻ മേസ്ത്രിക്ക് സഹായിയായി വിഷ്ണുമംഗലത്തെ കൃഷ്ണൻ നായരും ഉണ്ടാവും. കണ്ണൻ മേസ്ത്രിയുടെ മനസ്സിലെ കണക്ക് കല്ലിൽ അളവ് കൊത്താൻ കൃഷ്ണൻ നായർക്കറിയാം. കല്ലിന്റെ ആത്മാവറിഞ്ഞ് കൈക്കണക്കും മനക്കണക്കുമായി ഇരുവരും ദേവസ്ഥാനങ്ങളും ക്ഷേത്രങ്ങളും പൂർത്തിയാക്കുമ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഓരോ പ്രദേശത്തുകാരുടെയും സ്വപ്നങ്ങളാണ്. നിലവിൽ ഷേണായ്സ് ഫാമിലി ആൻഡ് ട്രസ്റ്റിനായി മേലാങ്കോട്ട് അരയാൽ തറ പൂർത്തിയാക്കി വരികയാണ്. പ്രായം വർദ്ധിക്കുമ്പോഴും തൊഴിലിന്റെ പൂർണ്ണത കൈവിടാതെ ഗ്രാമക്കാരുടെയും സമുദായങ്ങളുടെയും ദേവസ്ഥാനങ്ങൾ പണിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കൈവഴക്കത്തിന്റെ ശില്പികൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ച CPMന്റെയും ഡിവൈഎഫ്ഐയുടെയും പതാകകളും തോരണങ്ങളും പുനഃസ്ഥാപിച്ചു. അടുക്കത്ത് ബയൽ കുദ്രു പ്രദേശങ്ങളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യദ്രോഹികൾ പതാകകൾ നശിപ്പിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അടുക്കത്ത് ബയൽ കുദ്രു പ്രദേശത്തെ CPM ഡിവൈഎഫ്ഐ കൊടിതോരണങ്ങൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്നാണ് പതാകകൾ പുനഃസ്ഥാപിച്ചത്. DYFI
തുടർന്ന് നടന്ന പൊതുയോഗം CPM ഏരിയ സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. പീടിയിൽ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ്. പക്ഷെ CPMന്റെ കൂടി ഏതെങ്കിലും പീടിയിൽ പോയാൽ കിട്ടൂല. അതെല്ലാവർക്കും അടിക്കാനും അറിയില്ല. അത് കുറെ കൂടി നന്നായി അതിനെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആളുകൾക്ക് മാത്രമേ പാർട്ടിയുടെ പതാകയെ സംബന്ധിച്ച് അറിയൂ. അത് എവിടെയെങ്കിലും പോയാൽ 15 ഉറുപ്പിക എടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനമല്ല. കാരണം അത് അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു രക്തപതാകയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും CPMനെ സംബന്ധിച്ചിടത്തോളം കൊടി എന്ന് പറയുന്നത് പ്രവർത്തകന്മാരുടെ മനസ്സിൽ സ്വന്തം കുടുംബത്തെക്കാൾ കൂടുതൽ വൈകാരികമായ അടുപ്പവും സ്നേഹമുള്ള ഒരു പതാകയാണ് CPMന്റെ പതാക എന്ന് പറയുന്നത്. K. ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K. നിശാന്ത്, PB മോഹനൻ, P. രാമകൃഷ്ണൻ, BK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ഭാസ്കര കുമ്പളയുടെ ചരമവാർഷികം ചൊവ്വാഴ്ച നടക്കും. കുമ്പളയിലെ വിപുലമായ പരിപാടിയാണ് ഒരുക്കിയിട്ടുള്ളത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രഭാതപേരിയോടെ പതാക ഉയർത്തും. ഷേടിക്കാവിലെ ഭാസ്കർ കുമ്പളയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ 8 മണിക്ക് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടക്കും. 3 മണിക്ക് മാവനക്കട്ട കേന്ദ്രീകരിച്ച് വൈറ്റ് വോളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും ആരംഭിക്കും. 4 മണിക്ക് കുമ്പള ടൗണിൽ ഭാസ്കര കുമ്പള അനുസ്മരണ സമ്മേളനം അരങ്ങേറും. CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. BJPയിൽ നിന്ന് CPMലെത്തിയ മുതിർന്ന നേതാവ് OK വാസു മുഖ്യപ്രഭാഷണം നടത്തും. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സോഫിയ, CPM ജില്ലാ സെക്രട്ടറി KP സതീശചന്ദ്രൻ, CH കുഞ്ഞമ്പു, M രാജഗോപാലൻ തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് നവജിത്ത് നാരായണൻ അവതരിപ്പിക്കുന്ന ഏകപാത്രം നാടകവും അരങ്ങേറും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന അഹമ്മദ് വിദ്യാനഗറിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം 26-ന് പടുവടുക്കത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പടുവടുക്കം വോയിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് അഹമ്മദ് വിദ്യാനഗറിനെ അനുസ്മരിക്കുന്നത്. അനുസ്മരണ സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി അധ്യക്ഷനായിരിക്കും. യോഗത്തിൽ NA അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂസാബി ചെറുകള, TA ഷാഫി, മുജീബ് അഹമ്മദ്, എബി കുട്ടിയാനം എന്നിവർ സംസാരിക്കും. ചടങ്ങിൽ ആതുര സേവന രംഗത്ത് ജില്ലയിൽ മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർ ഭട്ടിനെ ആദരിക്കും. SSLC പരീക്ഷയിൽ പടുവടുക്കം പ്രദേശത്ത് നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം വിതരണം ചെയ്യും. അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി രാത്രി 9 മണി മുതൽ വോയിസ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരവും സംഘടിപ്പിക്കും. ഫുട്ബോൾ പ്രീമിയർ ലീഗിൽ ജില്ലയിലെ പ്രമുഖ ടീമുകൾ മത്സരിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. അഹമ്മദ് വിദ്യാറിനെ അനുസ്മരിക്കാൻ വേണ്ടി വോയിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുകയാണ്. 2014 ഏപ്രിൽ 26-ന് പടുവടുക്കത്ത് വെച്ച് അഹമ്മദ് വിദ്യാനഗറിൽ വെച്ചിട്ടാണ് ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA NA നെല്ലിക്കുന്നു. സാധു സംരക്ഷണ നിധിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA PB അബ്ദുൾ റസാഖുമാണ്. റഹീം ബേനൂർ, ഇക്ബാൽ ഗാലക്സി, ഹാരിസ് പടുവടുക്കം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നവഗ്രഹ കീർത്തന സംഗീത ശിബിരത്തിന് തുടക്കമായി. മുത്തുസ്വാമി ദീക്ഷിതരുടെ കീർത്തനങ്ങളാണ് ശിബിരത്തിൽ പഠന വിഷയമാക്കുന്നത്. മുത്തുസ്വാമി ദീക്ഷിതരുടെ നവഗ്രഹ കീർത്തനങ്ങളാണ് സംഗീത ശിബിരത്തിൽ പഠന വിധേയമാക്കുന്നത്. സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് TP ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് പഠന ശിബിരത്തിലെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. 50-ലധികം സംഗീത വിദ്യാർത്ഥികളാണ് ശിബിരത്തിൽ പങ്കെടുത്തു വരുന്നത്. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് സംഗീത ശിബിരം നടക്കുന്നത്. പ്രൊഫസർ അമ്പലപ്പുഴ P. തുളസി ശിബിരം ഉദ്ഘാടനം ചെയ്തു. സംഗീത ത്രിമൂർത്തികളിൽ അഗ്രഗണ്യനായ, എല്ലാവരും തുല്യരാണ്, അതിലും പണ്ഡിതനായ സംസ്കൃത ഭാഷാ പണ്ഡിതൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജ്യോതിഷത്തിലുള്ള ആ നൈപുണ്യം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള ഈ 9 നവഗ്രഹ കൃതികൾ. നവോദയ പ്രിൻസിപ്പൽ KM വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K. വേണുഗോപാലൻ നമ്പ്യാർ, K. രവീന്ദ്രൻ നായർ, NR രാധ, സുകുമാരൻ പെരിയച്ചൂർ എന്നിവർ സംസാരിച്ചു. നവോദയ വൈസ് പ്രിൻസിപ്പൽ മിനി സോമൻ സ്വാഗതം പറഞ്ഞു. പഠന ശിബിരം 26-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മൊടഗ്രാമം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടോത്തര സഹസ്ര നാളികേര മഹാഗണപതി ഹോമവും
സമൂഹ മന്ത്രാചരണവും ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് സംബന്ധിച്ചത്. മൊടഗ്രാമം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. സമൂഹ മഹാമൃത്യുഞ്ജയ ഹോമത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെ അഷ്ടോത്തര സഹസ്രനാളികേര മഹാഗണപതി ഹോമവും നടന്നു. തുടർന്ന് സമൂഹമന്ത്രാർച്ചനയും നടന്നു. സമൂഹമന്ത്രാർച്ചനയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മാക്കരങ്കോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭജന സമിതിയുടെ ഭജനയും വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ഭജനയും നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. നുള്ളിപ്പാടി അയ്യപ്പസ്വാമി ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറും. കാസർഗോഡ് ചാപ്റ്റർ ജൂനിയർ ചേംബറിന്റെ ആഭിമുഖ്യത്തിലുള്ള ഫാമിലി മീറ്റ് വിവിധ പരിപാടികളോടെ നടന്നു. പെരളടുക്കം ടാഷ്കോ പാർക്കിലായിരുന്നു പരിപാടി. നട്ടണികെ കുളത്തിലെ വീട് ഒറ്റക്കോല മഹോത്സവം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കും. വിവിധ പൂജാ പരിപാടികൾ അരങ്ങേറും. നുസ്രത്ത് നഗർ സ്വലാത്ത് വാർഷികവും മതപ്രഭാഷണവും 23 മുതൽ 25 വരെ നടക്കും. പ്രമുഖ മതപണ്ഡിതന്മാർ പ്രഭാഷണം നടത്തും. അസമയത്ത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട പോലീസുകാരന് സസ്പെൻഷൻ. DCRBയിലെ ഗ്രേഡ് SI ശങ്കറിനെയാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ബാലനടുക്കം പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് 26 നടക്കും. ബോവിക്കാനം മൗലാന അബുൽ കലാം ആസാദ് മിനി സ്റ്റേഡിയത്തിലാണ് പരിപാടി. ലേറ്റസ്റ്റ് പത്രത്തിന്റെ 32ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി തെക്കുടം ബ്രിഡ്ജ്, സമ്മർ റൈൻ, ഗാനമേള തുടങ്ങിയവ അരങ്ങേറി. മലബാറിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച നൈക്കുടം ബ്രിഡ്ജ് സംഘത്തിന്റെ സിരകളെ ത്രസിപ്പിക്കുന്ന സംഗീതോത്സവത്തോടെയാണ് ലേറ്റസ്റ്റ് 32ാം വാർഷികം ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് നേടിയ സിതാര കൂടി ഒന്നിച്ചപ്പോൾ ആസ്വാദകരിൽ അത് നവ്യാനുഭവമായി. രാജ റെസിഡൻസി ഗ്രൗണ്ടിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ് പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. 32 വർഷം ഈ പ്രയാസങ്ങളൊക്കെ നേരിട്ട് അതിനൊക്കെ അതിജീവിച്ച് പത്രം നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ ലേറ്റസ്റ്റ് മാനേജ്മെന്റിനെയും അതിന് നേതൃത്വം നൽകിയ ശ്രീ അരവിന്ദിനെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമായി ഹാർദമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത് ആമുഖ പ്രസംഗം നടത്തി. തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ, ഹോസ്തൃക MLA E ചന്ദ്രശേഖരൻ, ഉദുമ MLA K കുഞ്ഞിരാമൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ലേറ്റസ്റ്റ് പ്രത്യേക പതിപ്പ് നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോരടിക്ക് കൈമാറി പി കരുണാകരൻ MP പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ ആദരിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്, അഡ്വക്കേറ്റ് TK സുധാകരൻ, ഡോക്ടർ കുഞ്ഞാമത്, കോയമ്പത്തൂർ കണ്ണാശുപത്രി ഡോക്ടർ രവി, ഡോക്ടർ AC പത്മനാഭൻ, ഡോക്ടർ V സുകുമാരൻ, ആർട്ടിസ്റ്റ് T രാഘവൻ, മുൻ SFI നേതാവ് K രാഘവൻ, സർവീസിൽ നിന്നും വിരമിച്ച KM വിജയൻ, റിട്ടയർഡ് CI PVK രാമൻ തുടങ്ങിയവർക്ക് ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്തും കമ്പനി ഡയറക്ടർ KV രുക്മിണിയും ചേർന്ന് ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ നിഷ്ക്രിയരായിരുന്നുവെന്ന ആരോപണത്തിനെതിരെ DCC.
മുഴുവൻ നേതാക്കളും സജീവമായിരുന്നുവെന്നും DCC. ടി സിദ്ദിഖ് 10,000-ൽ പരം വോട്ടിന് ജയിക്കുമെന്നും വിലയിരുത്തൽ. ക്ഷേമ ബോർഡുകളെ തകർക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ഭാരതീയ ടൈലേഴ്സ് സംഘ് ജില്ലാ സമ്മേളനം. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം. ഭവന നിർമ്മാണത്തിന് അനുവദിച്ച തുകയിൽ നിന്ന് വാർഡ് മെമ്പർ കൈക്കൂലി വാങ്ങിയതായി ആരോപണം. വർക്കടിയിൽ വിവാദം കൊഴുക്കുന്നു. പ്രായത്തെ തോൽപ്പിച്ച് അപ്പാട്ടി കണ്ണൻ മേസ്ത്രിയും കൃഷ്ണൻ നായരും. ക്ഷേത്ര നിർമ്മിതിയിൽ വർഷങ്ങളുടെ തിളക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.